നീ പറഞ്ഞത് ശരിയാണ്. ഓക്കെ, നിങ്ങൾ ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ, വിമന് ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീ ആവും. ഞാൻ അതിന് പിന്നിലുള്ള ഇത് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോ നിങ്ങൾക്ക് ജോലി ഇല്ലാത്ത സമയത്ത്, ഒരു ജോലി ഇല്ലെങ്കിൽ ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും അതിന് ഫാമിലിയിൽ ആരെങ്കിലും ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ബ്രദറിനെയോ ഹസ്ബൻഡിനെയോ ഫാദറിനെയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഒരു ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ആക്സസറീസ് വാങ്ങണം എന്നുണ്ടെങ്കിൽ, ഡ്രസ്സ് വാങ്ങണം എന്നുണ്ടെങ്കിൽ, എല്ലാത്തിനും നിങ്ങളെ ഫാമിലിയിൽ ആരെങ്കിലും ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അല്ലേ? ഒന്ന് ഹസ്ബൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്രദർ ആയിരിക്കും, അല്ലെങ്കിൽ ഫാദർ ആയിരിക്കും. ഓക്കെ, ഒരു ജോലി കിട്ടുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് സാലറി കിട്ടുന്ന സമയം മുതൽ നിങ്ങൾക്ക് വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അല്ലേ? അതല്ലേ നീ ഉദ്ദേശിച്ചത്? നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോ ഫൈനാൻഷ്യലി ഫ്രീ ആവും, അതെപ്പോഴും നല്ലതാണെന്നൊക്കെ. കാരണം എന്ന് വെച്ചാല് നീ പറഞ്ഞ പോലെ ആസ് എ ഫ്രഷർ ഞാൻ ഒരിടത്ത് ജോലിക്ക് കയറുന്ന സമയത്ത് ഈവൻ ഇഫ് മൈ സാലറി ഈസ് ലോ, നീ പറഞ്ഞ പോലെ എന്താ പറയുന്ന എക്സ്പെൻസസിന്റെ കാര്യമോ ഇതോ ഒന്നും ആലോചിക്കേണ്ട ഇത് വരുന്നില്ല. കാരണം നീ നോക്കുന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട്. പിന്നെ ഒരു മിനിറ്റ് ഞാൻ പറയാം. ഇനി എന്തുകൊണ്ടാണ് അതെന്ന് അറിയോ? ഇല്ല. ബിക്കോസ് no one expects you to take care of our family. അല്ലേ? ഇവൻ തോ നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, നീ എനിക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ സ്ട്രഗിൾ വരുന്ന സമയത്ത് നിന്റെ കയ്യിലുള്ള സേവിങ്സ് ഒക്കെ എടുത്തു തരുന്നുണ്ടാവും. പക്ഷെ no one expects you to do that. നിന്റെ കരിയർ തുടങ്ങിയാൽ, നീ ഇപ്പൊ ഒരു ജോലി ചെയ്യുന്ന സമയത്തും ആരും എക്സ്പെക്ട് ചെയ്യില്ല. അപ്പൊ നിനക്കിപ്പോ ആവറേജ് സാലറി ആണെങ്കിൽ പോലും യു വിൽ ഫീൽ ഫ്രീ. എന്താന്ന് വെച്ചാല് ഒരു ബേസിക് റിക്വയർമെന്റ് എനിക്ക് ഉണ്ടാകുന്ന സമയത്ത് വിതൗട്ട് ഡിപ്പെൻഡിങ് എനി വൺ എനിക്ക് ആ ഒരു ഇതെടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് കിട്ടും. ആ ഒരു പോയിന്റ് തൊട്ട് ഞാൻ ഫൈനാൻഷ്യലി ഫ്രീ ആണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാം? ഇപ്പോ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിനക്ക് നിന്റെ സാലറി 1500 ദിർഹംസ് ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, എന്റെ സാലറി 1500 ദിർഹംസ് ആണെങ്കിൽ നിനക്ക് എന്റെ റെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 500 ദിർഹംസ് എന്റെ കയ്യിൽ ബാക്കി ഉണ്ടാവും വിചാരിച്ചു. ഓക്കെ, 500, 600, 1000 ദിർഹംസ് ബാക്കി ഉണ്ടാവും വിചാരിച്ചു. ഓക്കെ, do you think I have 1000 dirhams in my pocket? I will have 1000 dirhams in my pocket. It depends. നമ്മുടെ എക്സ്പെൻസും ഇതെല്ലാം കഴിഞ്ഞിട്ട്. Exactly.